5 സംസ്ഥാനങ്ങളെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഇല്ലാതെയാണ് നിർമ്മല സീതാരാമൻ 9ാം ബജറ്റ് അവതരിപ്പിച്ചത്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനും ഒരു തുകയും മാറ്റിവെച്ചിട്ടില്ല. കർഷകർക്കായി സബ്സിഡികളോ പ്രത്യേക ആനുകൂല്യങ്ങളോ ഇല്ല. ശ്രീമതി നിർമ്മല സീതാരാമൻ ജി. നഗരങ്ങൾ വികസിപ്പിക്കുന്നത് പ്രത്യേക ലക്ഷ്യമെന്നെടുത്തു പറഞ്ഞ ധനമന്ത്രി ഗ്രാമീണ മേഖലയുടെ വികസനത്തെക്കുറിച്ച് മിണ്ടിയുമില്ല. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി 500 ജലാശയങ്ങൾ നവീകരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ കർഷകർക്കുള്ള സഹായങ്ങളോ പ്രത്യേക ആനുകൂല്യങ്ങളോ പ്രഖ്യാപിക്കാതെയാണ് ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത്. രാസവളത്തിനായി അനുവദിച്ച തുക നടപ്പ് സാമ്പത്തിക വർഷം വിനിയോഗിച്ചതിനേക്കാൾ 16,000 കോടി രൂപ കുറവുമാണ്. കൊക്കോ, നാളികേരം, ചന്ദനം എന്നീ കൃഷികൾ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും ആകെ നീക്കിവെച്ചിരിക്കുന്നത് 350 കോടി രൂപ മാത്രം. തൊഴിലില്ലായ്മ പരിഹരിക്കാനോ വിലക്കയറ്റത്തെ നേരിടാനോ ഉള്ള നിർദ്ദേശങ്ങളും ധനമന്ത്രി മുന്നോട്ട് വച്ചില്ല. അമേരിക്ക ഉയർത്തിയ തീരുവ ഭീഷണി കയറ്റുമതി രംഗത്തുണ്ടാക്കിയിരിക്കുന്ന ആശങ്കകളോ യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാക്കിയ വ്യാപാര കരാർ ഉയർത്തുന്ന ഭീഷണികൾ പരിഹരിക്കാനോ ബജറ്റിൽ നിർദ്ദേശങ്ങളില്ല. അതേസമയം പ്രതിരോധ മേഖലയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത് 7.85 ലക്ഷം കോടി രൂപയാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കാൾ 15% അധിക തുകയാണ് പ്രതിരോധ മേഖലയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം 41% ധനകാര്യ കമ്മീഷന്റെ ശുപാർശ ധനമന്ത്രി പാർലമെന്റിൽ വെച്ചു. റിപ്പോർട്ടർ, ദില്ലി.